സൗധങ്ങൾ നിറയും തെരുവോരങ്ങളിലൂടെ ഈന്തപ്പനകളിൽ ചുടുചോര പൂക്കും ഉദ്യാനവീഥിയിലൂടെ ഈന്തപ്പനകളിൽ ചുടുചോര പൂക്കും ഉദ്യാനവീഥിയിലൂടെ തിരയൂ തീർത്ഥാടക സ്വർഗകവാടം ഇൻസേ ആലമുൽ ഗൈബ് കഹനിൽ കുറിച്ചിട്ട വജസേ മനസ്സേ പൊരുളുകൾ തുളുമ്പും മഹസേ നെഞ്ചു കീറി സുബഹിയിലേക്കുള്ള ഇടനാഴി തെളിച്ച ചെങ്കടലൊരു രത്ന വീണയായി മൂളുന്നു സീനായ് പർവ്വതം ഫിർദൗസിൽ നിന്നുള്ള വചനങ്ങൾ കാതോർക്കുന്നു കരയുടെ കാതിൽ നൈലിലെ ഓളങ്ങൾ കഥയുടെ കഴിക്കുന്നു കരയുടെ കാതിൽ നൈലിലെ ഓളങ്ങൾ കഥയുടെ ഉരുക്കഴിക്കുന്നു ഇതിലെ പോവുക ഈ
ഇത് ഈജിപ്തിലെ ഫറോവയായിരുന്ന കുഫുവിൻ്റെ പിരമിഡാണ്. ഈ യാത്ര പഠനവും ചരിത്രാന്വേഷണവും കൂടി ഉൾപ്പെട്ടതായതിനാൽ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുന്നത് നിങ്ങൾക്കേറെ പ്രയോജനപ്പെടും. പ്രാചീന ലോകാത്ഭുതങ്ങളിൽ ആദ്യത്തേതായി കണക്കാക്കപ്പെടുന്നത് ഈ പിരമിഡാണ്. നൈൽ നദിയുടെ പടിഞ്ഞാറേക്കരയിലായി ദക്ഷിണ അലക്സാണ്ട്രിയയ്ക്ക് 160 കിലോമീറ്റർ തെക്ക് മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 13 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഇതിൻ്റെ ഉയരം 147 മീറ്ററും വശങ്ങളുടെ അളവ് 230 മീറ്ററുമാണ്. 1,00,000 തൊഴിലാളികൾ 20 വർഷം തുടർച്ചയായി ജോലി ചെയ്താണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് കരുതപ്പെടുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞതിന് പുറമെ ഇനിയും ഒട്ടേറെ പിരമിഡുകൾ ഉണ്ടോ കാണാൻ? ഏതാണ്ട് 70ഓളം പിരമിഡുകളാണ് ഈജിപ്തിലുള്ളത്. ഫറോവമാരുടെ ശവകുടീരങ്ങളാണ് ഈ പിരമിഡുകൾ. കൂറ്റൻ കല്ലുകൾ ഉപയോഗിച്ചും ചിലത് മൺകട്ടകൾ ഉപയോഗിച്ചുമാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈജിപ്തുകാർ ഭക്ഷണം, വസ്ത്രം, ആഭരണങ്ങൾ, ആയുധങ്ങൾ എന്നിവ ഈ ശവകുടീരങ്ങളിൽ അടക്കം ചെയ്യുമായിരുന്നു. കാരണം ഈ ലോകത്തിന് ശേഷമുള്ള ജീവിതത്തിൽ പിരമിഡുകളിൽ അടക്കം ചെയ്ത മമ്മികൾക്ക് ഇവയൊക്കെ ആവശ്യം വരും എന്നവർ വിശ്വസിച്ചിരുന്നു. അത്ഭുതം, അവിശ്വസനീയം. എന്നാൽ സത്യമായതും വലിയ കോട്ടകൊത്തളങ്ങൾക്ക്, സ്തൂപങ്ങൾക്കും മാത്രമല്ല, നമ്മുടെ കാലിൽ പറ്റിപ്പിടിച്ച മണത്തരികൾക്ക് പോലും പറയാനുണ്ടാവും ഒരുപാട് കഥകൾ. സ്നേഹത്തിൻ്റെ, പട്ടിണിയുടെ, നിരാലംബതയുടെ, പടയോട്ടങ്ങളുടെ, പകയുടെ, കൊടും ചതിയുടെ പോലും കഥകൾ. ചരിത്രവും സംസ്കാരവും അത്ഭുതങ്ങളും ഇഴപിരിച്ചെടുക്കാനാവാത്ത കഥകളാണ് അങ്ങ് പറഞ്ഞു തന്നത്. ഈ പുരാതനാത്ഭുതങ്ങളൊക്കെ നിർമ്മിച്ചവർ എത്ര മഹാന്മാരാണ്. സക്കാറയിലെ സോസർ മഹാരാജാവിന്റെ ശവകുടീരം നിർമ്മിച്ച ഇഹോട്ടപ്പിന്റെ ഹൃദയസ്പന്ദനം ആ കരിങ്കലുകൾക്കകത്ത് ഇപ്പോഴും ഉണ്ട്. എന്നാൽ പിരമിഡുകളുടെ ആ രാജശില്പിയെ എല്ലാവരും മറന്നു. അല്ല, ചരിത്രവും പറഞ്ഞിരുന്നാൽ മതിയോ? വല്ലതും അകത്താക്കണ്ടേ? നേരെ ഇരുട്ടി തുടങ്ങി. എവിടെ തങ്ങും? അതാ പഴമയുടെ ഗന്ധമുള്ള ആ കൊട്ടാരത്തിൽ. മാറാലയും കരിയും പൊടിയും പിടിച്ച് നിലമ്പത്താറായ ആ കൊട്ടാരത്തിലോ? പിരമിഡുകൾക്കകത്ത നിധിപേടകം പോലെ എന്തെങ്കിലും കാണാതിരിക്കില്ല. സാഹസികത ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഇത് ബഹുരസമായിരിക്കും. ഹേയ്, ഞാനില്ല, കണ്ടിട്ട് പേടിയാവുന്നു. നമുക്ക് മറ്റെവിടെയെങ്കിലും തങ്ങാം. തങ്ങാൻ ഇവിടെ അടുത്തൊന്നും മറ്റൊരിടമില്ല. ആ എങ്കിൽ അവിടെ താമസിച്ച് നമുക്കും ചരിത്രത്തിന്റെ ഭാഗമാകാം. എന്തു പറയുന്നു? ഇല്ല, ഞാനില്ല ഇവിടെ തങ്ങാൻ. എനിക്കിപ്പോ തന്നെ തല കറങ്ങുന്നു. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ ഇത്രയും പേരില്ലേ, വരൂ. എല്ലാവരും നിൽക്കണേ, എനിക്ക് തല കറങ്ങുന്നത് പോലെ. എന്റെ കണ്ണിലാകെ ഇരുട്ട് നിറയുന്നു. എന്നെ ഒന്ന് പിടിക്കണേ. എനിക്ക് എന്നെ ഒന്ന് പിടിക്കേ. എന്താ എന്താ പറ്റിയത്? വരും, നമുക്ക് നടക്കാം. പരിഭ്രമിക്കണ്ട. വിശപ്പും വേവലാതിയും കൂടിയപ്പോഴുണ്ടായ തലകറക്കമാണ്. അല്പം വെള്ളമെടുത്ത് മുഖത്ത് തളിച്ചാൽ മതി. അങ്ങനെ ഇനി ആൾ എഴുന്നേറ്റോളൂ. ഇങ്ങനെ പേടിച്ചാലോ? സാരമില്ല, ഞാനില്ലേ കൂടെ. പിന്നെ എന്തിനിങ്ങനെ ഭയപ്പെടുന്നു? എന്താ എന്താ സംഭവിച്ചത്? ഒന്നും കാണാൻ പറ്റുന്നില്ല. ഭൂമി കുലുക്കമുണ്ടായോ? ആകാശത്ത് നിന്നും എന്തൊക്കെയോ പൊട്ടി വീണു. ഒപ്പം ഒരു കറുത്ത രൂപം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, ഞാനും കണ്ടതാ.
പരിഭ്രമിക്കാതിരിക്കൂ. നമുക്ക് നോക്കാം, ഈ പൊടിപടലങ്ങളൊക്കെ ഒന്ന് അടങ്ങട്ടെ. അതാ അതാ അവിടെ അവിടെ ഒരു ഭീകര ശബ്ദം. അതാ അതാ അവിടെ അവിടെ അതവിടെ. ദാ, ദാ, ഇവിടെ ഇതാ, ഇവിടെ. വരൂ, നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? ഇത് പാതാളമാണെന്നാ തോന്നുന്നത്. ഇവിടെ നിന്നാ നമ്മളൊന്നും ജീവനോടെ പുറത്തു പോവില്ല. അതെ, ആ രക്തരക്ഷസ് നമ്മെ പിടികൂടുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇതെന്തൊരു കെണിയിലാണ് ദൈവമേ നമ്മൾ അകപ്പെട്ടത്. ആ ചെകുത്താൻ ഇനി നമ്മളെ ആക്രമിക്കാതെ വിടില്ല. വരട്ടെ, ഏതായാലും നമ്മൾ ഇതിനകത്ത് പെട്ടില്ലേ? എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണം. ഏതാണ് ആ രൂപമെന്ന് മനസ്സിലാക്കണം. ആരും ധൈര്യം കൈവെടിയരുത്. അയ്യോ, ഇനിയും ഒരു പരീക്ഷണത്തിന് ഞങ്ങളില്ല. വരൂ. അങ്ങനെ ഭീരുക്കളായി ഒളിച്ചോടി പോകുന്നതല്ല ശരി. സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഇല്ല, ഞങ്ങൾ ഇനി ഇതിനകത്ത് നിൽക്കില്ല. പുറത്തിറങ്ങിയാലും വണ്ടിയില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പൊരുൾ അറിയാതെ നമ്മൾ ആരും ഇവിടെ നിന്ന് പുറത്തു പോവില്ല. ഇത് ഞാനാണ് പറയുന്നത്. വരൂ, നമുക്ക് അന്വേഷിക്കാം. കീടങ്ങളെ, നിങ്ങൾക്ക് ഇത്രയും ധൈര്യമോ? ഉണ്ടായ സൂചനകളിൽ നിന്ന് പാഠം പഠിക്കാൻ നിങ്ങൾ ഇനിയും തയ്യാറല്ല അല്ലേ? ഇങ്ങനെ മറഞ്ഞിരുന്ന് ഭയപ്പെടുത്തുന്നത് ധീരന്മാർക്ക് ചേർന്നതല്ല. അപ്പോൾ പിന്മാറാൻ ഉദ്ദേശമില്ല. നാളിതുവരെ ഒരു മനുഷ്യനെ പോലും ഇതിനകത്ത് കാലുകുത്താൻ ഞാൻ അനുവദിച്ചിട്ടില്ല. എന്നിട്ടും നിങ്ങളിപ്പോ പുറത്തു പോ. എത്രയും പെട്ടെന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടോളൂ. ഇല്ല, ഇങ്ങനെ പോകാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അത്രയ്ക്ക് ഭീരുക്കളല്ല ഞങ്ങൾ. ഇനി അങ്ങോട്ടുള്ള അനുഭവങ്ങൾ ഇതിനേക്കാൾ ഭയാനകമായിരിക്കും. താങ്ങാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. വേണ്ട, നമുക്ക് പോകാം. അതാണ് ബുദ്ധി. മറിച്ചാണ് എന്റെ ചിന്ത. എന്തും നേരിടാൻ തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്തും എന്തും. എങ്കിൽ തടുത്തോളൂ. കഴിഞ്ഞോ നിന്റെ ജാലവിദ്യകളും ചപ്പടി വിദ്യകളും? എന്താ മതിയായില്ലേ? ഇല്ല, ഇതുകൊണ്ടൊന്നും ഞങ്ങൾ പിന്മാറുമെന്ന് കരുതണ്ട. പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അറിയണം. ഇതിന്റെ എല്ലാം പൊരുൾ ഞങ്ങൾക്കറിയണം. എന്തിന്? ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് നശിച്ചുപോയ പല ഗോത്രങ്ങളെക്കുറിച്ചും പഠിക്കാൻ ഇറങ്ങിയതാണ്. അതിനു പറ്റിയ ഇടമല്ല ഇത്. അത് പറയാൻ താങ്കൾ ആരാണോ? കാവൽക്കാരൻ. യുഗങ്ങളായി മനുഷ്യരാരെയും കടത്തിവിടാതെ കാവൽ നിൽക്കുന്ന കാവലാൾ. ഇപ്പോ ഞങ്ങൾ കടന്നു വന്നില്ലേ? മറനീക്കി പുറത്തു വരൂ, എല്ലാം മനസ്സിലാവും. എന്റെ യഥാർത്ഥ രൂപം നിങ്ങളെ ഭയപ്പെടുത്തും. ഇതുവരെ ഞങ്ങൾ പേടിച്ചോ? ഇല്ലേ? ഇന്ന് വെച്ചാൽ എന്റെ കാവൽ അവസാനിപ്പിക്കാനായിരുന്നു. ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല. മായക്കാഴ്ചകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കാതെ പുറത്തേക്ക് വാ. എന്നിട്ട് പറയൂ നിങ്ങൾ ആരാണെന്നോ, ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നോ. അതെ, ഞാൻ കാതോർത്തിരുന്ന ശബ്ദം, ധീരതയുടെയും ധർമ്മത്തിന്റെയും ശബ്ദം, ആ കണ്ണുകളിലെ തിളക്കം. അതെ, അതെ, അത് നിങ്ങൾ തന്നെയോ? അതെ, അത് നിങ്ങൾ തന്നെയോ? നിങ്ങളോട് നേരിൽ വരാനല്ലേ പറഞ്ഞതോ?
സാധാരണഗതിയുടെ പുറന്തോടുകൾ പൊട്ടിച്ചെറിഞ്ഞ് വരാം. എന്റെ സമയമായെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. വരാം. എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും ഒരു നാൾ ഇങ്ങനെയൊരാൾ ഇതിനകത്തേക്ക് വരുമെന്ന്. മുൻപ് ഇതിനകത്ത് കടക്കാൻ ശ്രമിച്ചവരെല്ലാം ഭീരുക്കൾ. എൻ്റെ ഒരു നോട്ടം മതിയായിരുന്നു ജീവനും കൊണ്ട് തിരിച്ചോടാൻ. എന്നാൽ എന്റെ ധർമ്മം നിറവേറ്റപ്പെടാൻ ധീരനായൊരു യോദ്ധാവ് വരുമെന്നും അയാളിലേക്ക് നാളിതുവരെ ഞാൻ കാത്തുസൂക്ഷിച്ച രഹസ്യങ്ങൾ കൈമാറാൻ കഴിയുമെന്നും ഞാൻ വിശ്വസിച്ചിരുന്നു. അതിനുള്ള പരീക്ഷണങ്ങളായിരുന്നു എല്ലാം. എങ്കിൽ അങ്ങ് പറയുക. പറയാം. അബ്സീനിയൻ നിരകളിൽ നിന്നും വിക്ടോറിയയിൽ നിന്നും ഉത്ഭവിക്കുന്ന നീലനൈലും ശുഭ്രനൈലും ചേർന്നതാണ് നൈൽ നദിയുടെ തീരം. കിഴക്കും പടിഞ്ഞാറും മരുഭൂമി, വടക്ക് കടൽ, തെക്കാകട്ടെ വെള്ളച്ചാട്ടങ്ങളും വനങ്ങളും. അതിനിടയിൽ ലോകത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണ്, അതാണ് ഈജിപ്ത്. തലസ്ഥാനമായ തീബ്സ് ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമായി. സ്വദേശികളും വിദേശികളുമായ വ്യാപാരികൾ ഈ നഗരവീതിയിൽ നിറഞ്ഞൊഴുകി. നൂറുകണക്കിന് സാമന്ത രാജാക്കന്മാർ ചക്രവർത്തിയെ മുഖം കാണിക്കാൻ കാത്തുനിന്നു. തീപ്സിലെ അമ്പരചുംബികളായ സൗധങ്ങൾ സമ്പദ് സമൃദ്ധിയുടെ അടയാളങ്ങളായി. ശില്പകലയും ചിത്രകലയും സംഗീതവും പോഷിപ്പിക്കപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒന്ന് വേഗമാവട്ടെ ടിയ, ഇപ്പോൾ സൂക്കിൽ തിരക്കേറിയിട്ടുണ്ടാകും. എങ്കിലെന്ത്, തുത്മോസ് ചക്രവർത്തിയുടെ മക്കളായ അനുഗേത് രാജകുമാരിയും ഹമോസ് രാജകുമാരനും സൂക്കിലേക്ക് കടന്നാൽ എല്ലാ തിരക്കും താനെ ഒതുങ്ങി പോവില്ലേ? അധികം വൈകിക്കരുത് കേട്ടോ. ആഭരണങ്ങളുടെയും വസ്ത്രങ്ങളുടെയും നടുവിലെത്തിയാൽ പെണ്ണുങ്ങൾ മറ്റെല്ലാം മറക്കും. രാജകുമാരന് ചമയങ്ങളിൽ തീരെ താല്പര്യമില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? എന്റെ ഈ ഏട്ടിന് ചവഞ്ഞെരുങ്ങാൻ ദിവസങ്ങൾ ചെലവഴിക്കുന്നൊന്നും ഞാൻ പറയില്ല. ഈ കുതിരക്ക് തീരെ വേഗത പോരാ. ഞങ്ങൾ ഒരാളുടെ ഭാരമല്ലേ കുതിരയ്ക്ക് താങ്ങേണ്ടതുള്ളൂ. മാതുലിന്റെ സ്ഥിതി അങ്ങനെയാണോ? എന്താ, എന്റെ കൂനിന് ഒരാളുടെ ഭാരമുണ്ടെന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല.
ഹായ്, മാതകത്തേനൂറും മദനക്കനികൾ തന്നെ. കഹനിലുതുത്ത ഖമറോ അതോ റിയാനിൽ പൂത്ത രജസോ? ഹുസൂർ, പ്രണാമം. ഇഷ്ടമായോ? എല്ലാം ഒന്നിനൊന്നു മെച്ചം. ലേലം ഉറപ്പിക്കട്ടെ? കൊട്ടാരത്തിൽ കയറ്റില്ല. പിന്നെ എങ്ങനെ തൊട്ടും തലോടിയും അങ്ങ് തൃപ്തിപ്പെടാം. പൊറുക്കണം ഹുസൂർ, അങ്ങിവിടെ നിന്നാൽ മറ്റാരും തട്ടിൽ കയറില്ല. സ്പർശന സുഖം പോലും നമുക്ക് നിഷിദ്ധമോ? ടിയ, മാതുലൻ എവിടെ? അതാ അവിടെ. കൂട്ടി വരൂ. ഈ വിദ്യകൾ മാതുലിന് ഏറെ ഇഷ്ടപ്പെടും. കേട്ടാ കേട്ടാ, കണ്ടോ എന്തൊക്കെ ജാലവിദ്യകളാണ് ഇവർ കാണിക്കുന്നത്? ഹായ്, അത്ഭുതം തന്നെ. നേരോ, ഞാനൊന്നും കണ്ടില്ല. ഒരിക്കൽ കൂടി ഒന്ന് കാണിക്കാമോ? അതിനെന്താ, ഇപ്പോൾ തന്നെ കാണിക്കാം ഹുസൂർ. ഗംഭീരം. ജീവനുള്ള പ്രാവ് എങ്ങനെ വന്നു? മായാജാല വിദ്യയിൽ മുഖ്യം മനസ്സാണ്. അവയുടെ തത്വങ്ങളൊന്നും ആരും പറയാറില്ല. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അധ്വാനം, ഏകാഗ്രത, കൈയടക്കം, പരിശ്രമം. എനിക്കും പഠിക്കണം. ജാലവിദ്യകൾ എനിക്ക് എത്ര പ്രിയമാണെന്നു. അതൊക്കെ പഠിച്ച് പറക്കുന്ന ഒരു കുതിരപ്പുറത്ത് ആകാശത്തിലൂടെ പാറി നടക്കണം. എന്നെ പഠിപ്പിച്ചു തരുമോ? അതിനെന്താ, അവസരമുണ്ടെങ്കിൽ ഏറെ സന്തോഷം. എനിക്കും പഠിക്കണം. എനിക്കും. ഇതത്ര പഠിക്കാനൊന്നുമില്ല. ആ വടിയിലാണ് എല്ലാം ഇരിക്കുന്നത്. അത് കിട്ടുകയാണെങ്കിൽ ആർക്കും സാധിക്കും. വെറും തോന്നലാണ് ഹുസൂർ. ആ വടിയിങ് തരോ? യോ, കയ്യിലെ വടി പാമ്പായല്ലോ. അതാ കയ്യിൽ. ഇതാ, ഇതെന്റെ വക ചെറിയൊരു ഉപഹാരം. വേണ്ട ഹുസൂർ. പേടിക്കണ്ട, ഞാൻ തരുന്നതല്ലേ, വാങ്ങിക്കോളൂ. ആ, ഇതെന്റെ മകൻ മെരേൻ. അവൻ സ്വീകരിച്ചോളൂ. നിങ്ങൾ എവിടെ നിന്നാണ്? കാർണാക്കിൽ നിന്ന്. അമേൻ ദേവാലയ നഗരിയിൽ നിന്നുള്ളവരോ? അതെ. ഭേരൻ വഹരി ഒരിക്കൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. മനോഹരമാണ് ആ ദേവാലയം. ശരിയാണ്. ഹഷേബ് സൂത്ത് മഹാറാണിയുടെ നാമം അനശ്വരമാക്കിയ ദേവാലയമാണത്. നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വരണം. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടി മാത്രമാണിതൊക്കെ. അതിനെന്താ,
ഇനി മുതൽ കൊട്ടാരത്തിലാവാം താമസം. ആവശ്യമായത് എന്തും തരാം. എങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളോടൊപ്പം വരിക. അത് ഏയ് മാന്ത്രിക, കുട്ടികൾ നിർബന്ധിക്കുന്നത് കാണുന്നില്ലേ? കൂടെ വരിക. പിന്നെ എൻ്റെ തീരുമാനം അറിയുന്നത് വരെ വെളിയിൽ നിൽക്കേണ്ടി വരും. അല്ല, ചക്രവർത്തിയുടെ തീരുമാനം വരെ. എങ്കിൽ പോകാം, സമയം ഏറെ വൈകി. മന്ത്രിപ്രമുഖരെ, പുരോഹിതന്മാരെ, ഗുരുക്കന്മാരെ, എന്താണ് എല്ലാവരുടെയും മുഖത്തൊരു വിഷാദം? പ്രഭു, നാളിതുവരെ നമ്മെ ഊട്ടി വളർത്തിയ നൈൽ നദിക്കരയിലെ മണ്ണ് പോലും നമ്മെ കൈവിട്ടിരിക്കുന്നു. സമൃദ്ധമായി വിളയാറുള്ള നമ്മുടെ കൃഷിപ്പാടങ്ങൾ കൊടും ചൂടിനാൽ വറ്റി വരണ്ടിരിക്കുന്നു. ജനങ്ങൾ കുടിവെള്ളത്തിനായുള്ള നെട്ടോട്ടമാണ് നാട്ടിലെങ്ങും. പ്രഭോ, അമെൻഹോതപ്പ് ചക്രവർത്തി കാണിച്ച നെറുകേടുകൾ ഒരു ശാപമായി നമ്മെ പിന്തുടരുകയാണ്. അവ ഓരോന്നായി നാം മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. മെംഫിസിൽ നിന്ന് രാജധാനി വീണ്ടും തിബ്സിലേക്ക് തന്നെ മാറ്റി. ശവകുടീരങ്ങളിൽ നിന്നും സ്മാരകങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ദേവനാമങ്ങൾ പുനഃസ്ഥാപിച്ചു. അതൊക്കെ നന്നായി പ്രഭു. നമ്മുടെ പരമ്പരാഗത വിശ്വാസങ്ങളെ മുറിപ്പെടുത്തുകയാണ് അമൻ ചെയ്തത്. ജനക്ഷേമത്തെക്കാൾ സ്വന്തം താല്പര്യം നടപ്പാക്കാനായിരുന്നു അമൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പ്രഭു, അടിയനൊരു കാര്യമുണർത്തിക്കാനുണ്ട്. പറയൂ. ന്യൂബിയായിലേക്ക് നാം കൊടുത്തുവിട്ട അമൂല്യ ഉപഹാരങ്ങളും വസ്തുക്കളും അവർ തിരസ്കരിച്ചു. എന്ത്? നാം എന്താണ് ഈ കേൾക്കുന്നത്? ബാബിലോണിൽ നിന്നുമുണ്ടായതിന്റെ തനിയാവർത്തനം. അതെന്തുകൊണ്ടാണെന്നാണ് നമുക്കറിയേണ്ടത്. നമ്മളുമായുള്ള സൗഹൃദത്തിന് അവർക്ക് താല്പര്യമില്ല. നമുക്കെതിരെ പടനീക്കത്തിനുള്ള ഒരുക്കങ്ങളും അവിടെ നടക്കുന്നുണ്ടെന്നാണ് ചാരന്മാർ വഴി അറിയാൻ കഴിഞ്ഞത്. എന്ന് വെച്ചാൽ അമെൻഹോതപ്പ് കാണിച്ച നെറികേടിന്റെ ശാപങ്ങൾ, അല്ലാതെ എന്ത് പറയാൻ? ശരിയാണ്. എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടെന്നാലും മനസ്സെപ്പോഴും അസ്വസ്ഥമാണ്. പ്രജകൾക്കുമില്ല ഒരു സന്തോഷം. പ്രഭു, യുവാക്കൾ രാത്രികാലങ്ങളിൽ മുഴുവൻ നിശാനർത്തകിമാർക്കൊപ്പം കൈമകളിൽ ഹുക്ക വലിച്ചും കുടിച്ചും ഉറക്കമൊഴിക്കുകയാണ്. രാജ്യത്തെ മൊത്തം ഒരു വിഷാദം പിടികൂടിയതുപോലെ. ഇവിടുത്തെ പ്രപിതാക്കന്മാരായ ഫറോമാർ ശിരസിലണിഞ്ഞ ദിവ്യമായ നവരത്ന ഖചിത കിരീടം അത് കണ്ടെത്തിയാൽ സർവൈശ്വര്യങ്ങളും തിരിച്ചു വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മെംഫിസിലെ രാജധാനികളിൽ എവിടെയോ കുടിച്ചു മൂടപ്പെട്ട ആ ദിവ്യകിരീടം കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? കഴിയണം പ്രഭു. അല്ലാത്ത പക്ഷം ഈ രാജപരമ്പര നമ്മോടുകൂടി നാമാവശേഷമായി പോയാൽ വരും തലമുറ നമ്മോട് പൊറുക്കില്ല പ്രഭു. യൂഫ്രട്ടീസ് നദിക്കരയോളം വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ സാമ്രാജ്യം നാം എന്നും സ്വപ്നം കാണുമായിരുന്നു. ധാരാളം അടിമകളും സമ്പദ് സമൃദ്ധിയും നിറഞ്ഞ നമ്മുടെ രാജ്യം അതൊക്കെ പാഴ്ക്കിനാവായി മാറുകയാണോ? മഹാമാന്ത്രികനായ ഒരാളെ കണ്ടെത്തി ആ കിരീടം തിരികെ എത്തിക്കാൻ കഴിഞ്ഞാൽ അങ്ങയുടെ സ്വപ്നം പൂവണിയും പ്രഭു. അങ്ങനെ ഒരാളെ നാം എവിടെ അന്വേഷിക്കും? എങ്ങനെ കണ്ടെത്തും? കഴിയും പ്രഭു, ഞാൻ കണ്ടുപിടിക്കാം.
എന്താണ് എല്ലാവരും കൂടി കൂലങ്കുഷമായി ആലോചിക്കുന്നത്? മഹാറാണി വിജയിക്കട്ടെ. ഞങ്ങൾ രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. എവിടെ നമ്മുടെ അനുകേതും അഹമോസുമെല്ലാം? അവർ സൂക്കിലേക്ക് പോയിരിക്കുന്നു. അടിയന്റെ മകളുമുണ്ട്. ആര്? തീയായോ? നന്നായി. ഇനി എന്തൊക്കെ പുകിലുമായാണാവോ വരിക? കുഞ്ഞുങ്ങളുടെ ഓരോ കൗതുകങ്ങൾ. കുതിരക്ക് കൊമ്പില്ലാത്തത് എന്താണെന്നാണ് ചോദ്യം. ഗുരുപുങ്കവരെ, മക്കളിലാണ് എൻ്റെ പ്രതീക്ഷ. അഹ്മോസിന് വാടിക്കുന്ന നാൾ നമ്മുടെ നാട് സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞതായിരിക്കണമെന്ന് നമുക്കാഗ്രഹമുണ്ട്. തീർച്ചയായും പ്രഭു. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു നാൾ അതിവിദൂരമല്ല. അങ്ങ് വ്യാകുലപ്പെടാതിരിക്കൂ, നല്ലതേ വരൂ. എത്തിപ്പോയല്ലോ. ഇന്ന് എന്തൊക്കെ കുസൃതികളാണ് ഒപ്പിച്ചത്. പിതാവിനും അമ്മ മഹാറാണിക്കും മറ്റെല്ലാവർക്കും ഒരു വിശിഷ്ട സമ്മാനവുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സമ്മാനമോ? എന്താണത്? പുറത്തു നിർത്തിയിരിക്കുകയാണ്. കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ആരെയാണ് പുറത്തു നിർത്തിയിരിക്കുന്നത്? ഒരു മഹാമാന്ത്രികനും മകനും. എന്നിട്ടെവിടെ? എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാണിക്കുന്നത്. ശൂന്യതയിൽ നിന്ന് പൂവെടുക്കുന്നു, ഒഴിഞ്ഞ ഗ്ലാസ്സിൽ പാൽ നിറയ്ക്കുന്നു. ശൂന്യമായ കുടത്തിൽ നിന്നും ജീവനുള്ള പ്രാവിനെ പറത്തുന്നു. ഹോ, അത്ഭുതം തന്നെ. മന്ത്രി പ്രമുഖരെ, ഉടൻ വന്ന് മുഖം കാണിക്കാൻ പറയൂ. മഹാരാജാവ് വിജയിക്കട്ടെ. എവിടെ നിന്നാണ്? അമീൻ നഗരിയിൽ നിന്ന്. പേര് ഹെക്സസ്. ഇതെന്റെ മകൻ മെരേൻ. കൊള്ളാം. നമുക്കും വിദ്യകൾ ചിലത് കാണാൻ ഏറെ താല്പര്യമുണ്ട്. ഇത് ഞങ്ങളുടെ തൊഴിലും ജീവിതവുമാണ് പ്രഭു. ഗംഭീരം. ആട്ടെ, മായാജാലങ്ങൾ മാത്രമേ ഉള്ളൂ. മഹാമാന്ത്രിക വിദ്യകൾ എന്തെങ്കിലും? അങ്ങ് ഉദ്ദേശിക്കുന്നത്? അമാനുഷികമായ വല്ല വിദ്യയും? അങ്ങനെയും ചിലത് പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല. ശത്രുനാശവും മൃതജീവനുമൊക്കെ ആയതിനാലാവും അല്ലേ? ഏയ്, ആഭിചാരത്തിന്റെ വിധിയാണത്. അത്യാവശ്യമെങ്കിൽ മാത്രം. മതി മതി, ധാരാളം. അപ്പോൾ ശരിക്കും കേമൻ തന്നെ. ഏതായാലും ഈ സുദിനം നമുക്ക് ആഘോഷിക്കണം. മന്ത്രി പ്രമുഖരെ, എന്താ അങ്ങനെയല്ലേ? തീർച്ചയായും പ്രഭു. എങ്കിൽ അവരെ വിളിക്കൂ. സംഗീതവും നൃത്തവും അരങ്ങേറട്ടെ. ആരവിടെ? വരാൻ പറയൂ.
എനിക്കതിന് കഴിയില്ല. എന്ത്? ആ കിരീടം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയില്ലെന്നോ? എനിക്ക് നേരിട്ട് കഴിയില്ലെന്നാണ് പറഞ്ഞത്. മറ്റൊരു നിമിത്തം വഴി കഴിയുമെന്നാണോ? പ്രഭു, എന്നെ നിർബന്ധിക്കരുത്. നിങ്ങൾക്ക് വാസമൊരുക്കിയെടുത്ത് നാം തന്നെ നേരിട്ട് വന്നിട്ടും താങ്കൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായില്ലെന്നുണ്ടോ? മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു പക്ഷയുമില്ല. മൃദുജീവനിയോ അമാനുഷികതയോ എന്തുമാവാം. നമുക്ക് കിരീടം കിട്ടിയേ തീരൂ. ഏതോ നാശത്തിന്റെ നാന്ദി ഞാൻ കാണുന്നു. പ്രതിബന്ധങ്ങളെ ഭയപ്പെടേണ്ട, നാം വേണ്ടത് ചെയ്യാം. തിരുമനസിന്റെ കൽപ്പനയാണ്, അറിയാമല്ലോ. അങ്ങ് തീരുമാനിച്ചുറപ്പിച്ചു അല്ലേ? തീർച്ചയായും. എങ്കിൽ അസാമാന്യ ധീരതയും ശരാശരി മനുഷ്യനേക്കാൾ ബുദ്ധികൂർമ്മതയും കായബലവുമുള്ള ഒരാളെ വേണം. മന്ത്രി പ്രമുഖരെ, കേട്ടില്ലേ? അടിയന്തരമായി വിളംബരം നടത്തുക. ഉത്തരവ് പ്രഭു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഇത്തരമൊരാളെ കണ്ടെത്തുക അസാധ്യം. എന്നുവെച്ചാൽ നൂറ്റാണ്ടുകളുടെ ആയുസ്സുമായി ജീവിച്ചിരുന്ന പ്രപിതാക്കളിൽ ആരെങ്കിലും. എന്ത്? അടക്കം ചെയ്ത് നാം പ്രദർശിച്ച പ്രപിതാമഹനോ? അതെ, ആഭിചാരത്തിന്റെ വിധിയിലൂടെ പുനഃസൃഷ്ടി. എങ്കിലേ അത് സാധ്യമാകൂ. അപ്പോ കിരീടം കണ്ടെത്താൻ കഴിയുമെന്ന് ഉറപ്പാണ്? അതെ. എത്ര വർഷം കൊണ്ടെന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. അതുവരെയും ആരും ഇതിനകത്തേക്ക് കടക്കാനോ കാര്യങ്ങൾ അന്വേഷിക്കാനോ പാടില്ല. ശരി. ഒരപേക്ഷ കൂടി. എൻ്റെ മകൻ മെരേൻ എല്ലാറ്റിനും മിടുക്കനാണ്. അവനെ കൊട്ടാരത്തിൽ വളർത്താൻ ദയവുണ്ടാവണം. സമ്മതിച്ചു. മന്ത്രി പ്രമുഖരെ, മഹാമാന്ത്രികന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക. ഉത്തരവ് പ്രഭു. ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. നീണ്ട 10 വർഷമെടുത്തു മാന്ത്രികൻ ഹെക്സസിന് അയാൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള പുനഃസൃഷ്ടി നടത്താൻ. എന്നിട്ട് കുട്ടികളെല്ലാം വളർന്നു. അവരോടൊപ്പം അവരിലൊരാളായി തന്നെ മെരേനും. അവർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളും ഗാഠമായി. ഇത് കൂനൻകുമാരന് മാത്രം ഇഷ്ടമായില്ല. കാരണം കുട്ടികൾ തമ്മിലുള്ള ആത്മാർത്ഥമായ ബന്ധങ്ങളിലെ ഭാവവ്യത്യാസം കൂനൻകുമാരൻ അതിവേഗം തിരിച്ചറിഞ്ഞു. രാജകുമാരി അനുകേതന് മായക്കാരൻ മെരേനോട് അനുരാഗം തോന്നിത്തുടങ്ങി. എന്നാൽ മെരേന് പ്രണയം മന്ത്രികുമാരി ടിയയോടായിരുന്നു. വിചിത്രമാണല്ലോ കഥാഗതി. ഒപ്പം അപകടം നിറഞ്ഞത്. ശരിയാണ്. സന്തോഷങ്ങളുടെ നീലാകാശത്ത് പകയുടെ കാർമേഘങ്ങൾ പരക്കാനിടയായത് എത്ര വേഗമായിരുന്നു. എന്തുണ്ടായി? പറയാം. മന്ത്രികുമാരി ടിയയോട് കൂനൻകുമാരന് അടക്കാനാവാത്ത അഭിനിവേശം ഉടലെടുത്തു. ടിയയുടെ അങ്കലാവണ്യവും തുടിപ്പും അയാളെ പരവശനാക്കി. എന്നാൽ അയാളുടെ ശരീരവൈകല്യം അവളോടടുക്കുന്നതിന് തടസ്സമായി. മെരേന് ടിയയോടുള്ള പ്രണയം കൂനന് മെരേനോടുള്ള കടുത്ത ശത്രുതയായി. തരം കിട്ടുമ്പോഴൊക്കെ മെരേനെ അനുഭവിക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് രാജകുമാരി അനുകേതന് മെരേനോടുള്ള പ്രണയം മനസ്സിലാക്കിയ കൂനൻ തക്കം കിട്ടിയാൽ ഇത് രാജാവിന്റെ ചെവിയിലെത്തിക്കാൻ തീരുമാനിച്ചു. അതോടെ മെരേനെ ഒതുക്കാമെന്നും അയാൾ വിശ്വസിച്ചു. അങ്ങനെ ഒരു നാൾ
വർഷങ്ങളായുള്ള എന്റെ അധ്വാനത്തിന്റെ ഫലം കണ്ടെത്തി. മെരേൻ, എന്റെ ജീവിതം ഒരുക്കി ഞാൻ സൃഷ്ടിച്ച പുതിയ രൂപം ഇതാ. മെരേൻ, വിളിക്ക്, നമ്മുടെ ദൗത്യം പൂർത്തിയായി. വിളിക്ക്, എല്ലാവരെയും വിളിക്ക്. എനിക്കിതെല്ലാവരെയും സാക്ഷി നിർത്തി പ്രദർശിപ്പിക്കണം. വിളിക്ക്, എല്ലാവരെയും വിളിക്ക്. തുസ്മോസ് മഹാരാജാവ് വിജയിക്കട്ടെ. മഹാമാന്ത്രികരെ, എന്താണ് ഇനിയും അമാന്തിക്കുന്നത്? നമുക്ക് ധൃതിയായി. ക്ഷമിക്കൂ പ്രഭു, പ്രയത്നത്തിനൊടുവിൽ ഫലം കണ്ടുവല്ലോ. മഹാമാന്ത്രികരെ, നമുക്ക് സന്തോഷമായി. ഈ സന്തോഷം നാം എങ്ങനെ അറിയിക്കും? അടിയൻ ധന്യനായി പ്രഭു. ഇപ്പോൾ നമുക്ക് പൂർണ്ണ വിശ്വാസമായി. കിരീടം നമ്മൾ വീണ്ടെടുക്കുക തന്നെ ചെയ്യും പ്രഭു. അടിയൻ അല്പം കൂടി സാവകാശം വേണം. ആയിക്കോട്ടെ, സജ്ജീകരണങ്ങളും ആലോചനകളും വേണ്ടുവോളം നടക്കട്ടെ. ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ്. പ്രപിതാമഹന്റെ കരുണയാൽ നാം അത് നേടിയിരിക്കും. പ്രവചന ശക്തിയുള്ള എക്സസിന്റെ വാക്കുകളിൽ നാം അത് കാണും. നമ്മുടെ സിംഹാസനത്തിന് ഭൂഷണമായി നവരത്നഖചിതമായ ആ പൂർവിക മുകുടം
ഒരുപാടായി. മെരേനെ ഇതുവരെ കണ്ടില്ലല്ലോ. മഹാമാന്ത്രികന്റെ ഒരുക്കങ്ങൾ സഹായിക്കുകയാണ് കുമാരി. ഇവിടെ ഒരാൾ കാത്തിരിക്കുന്നുണ്ടെന്ന് ഉണർത്തിച്ചില്ലേ? ഉണർത്തിച്ചു. ഇപ്പോൾ എത്തുമായിരിക്കും. കുമാരി, വൈകിപ്പോയതിൽ പൊറുക്കണം. മെരേൻ പലപ്പോഴും എന്നെ ഒഴിവാക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം. അരുതാത്തതൊന്നും വിചാരിക്കരുതേ. ഇവിടുത്തെ സാന്നിധ്യം എനിക്ക് ഏറ്റവും പ്രിയങ്കരമാണ്. എന്നിട്ടും കഴിഞ്ഞ ദിവസം ഞാൻ ആളയച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാത്തതെന്ത്? ക്ഷമിക്കണം, ഒരിടം വരെ പോകേണ്ടി വന്നു. മെരേനെ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഈ നിറഞ്ഞ സ്നേഹത്തിന് അടിയൻ അർഹനാണ്. ഈ അപകർഷത ബോധമാണ് അസഹ്യം. ഉണരൂ മെരേൻ. യുവത്വവും സാഹസികതകളും തുളുമ്പുന്ന വാക്കുകൾ ചൊരിയൂ. കുമാരി, അലകടലും മരുപ്പരപ്പും പോലെയാണെന്ന്. ഉപമാനമൊന്നും കേൾക്കണ്ട. അടങ്ങാത്ത തിരകൾ പേറുന്നതാണ് ഈ മനസ്സ്. ആ പ്രക്ഷുബ്ധതയ്ക്ക് ശാന്തി പകരാൻ മെരേനെ കഴിയൂ. മെരേന മാത്രം. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ വെറും മായ. ഇതൊക്കെ മായാജാലം. യാഥാർത്ഥ്യത്തിലേക്ക് വരൂ മെരീൻ. ഇവൾക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ഇയാളുമായി മാത്രം. ഇത് സത്യം. കുമാരി, സങ്കല്പസൗധത്തിൽ നിന്ന് ഉണർന്നില്ലേ ഇനിയും? ആര്? ടിയയോ? എപ്പോ വന്നു? അപ്പോ പരിസരബോധവും നഷ്ടപ്പെട്ടു അല്ലേ? ഇന്ന് അല്പം ദേഷ്യത്തിലാണല്ലോ ഭവതി. എന്തു പറ്റി? കൂടുതലൊന്നും പറ്റാതിരിക്കട്ടെ. മനമങ്ങും മിഴി ഇങ്ങും. മനസ്സിലായില്ല. അല്പം മുമ്പാടിയ പ്രേമനാടകവും മായാജാലമായിരിക്കും. ഓ അതോ? അനുവിനോട് സംസാരിച്ചത് കൊണ്ട് എല്ലാം തകരുമോ? തകരേണ്ടത് തകരും. എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. അപ്പോൾ എന്നോട് പറഞ്ഞതെല്ലാം കപടമായിരുന്നല്ലേ? ഹേയ്, ഇതുവരെയും ടിയോട് ഞാൻ അസത്യം പറഞ്ഞിട്ടില്ല. അധികാരവും പണവുമാണ് ലക്ഷ്യം. എന്നെ അങ്ങനെയാണോ ധരിച്ചിരിക്കുന്നത്? നമ്മൾ ഒരുമിച്ച് വളർന്നവരാണ്. അന്നും ഇന്നും എൻ്റെ ഹൃദയത്തിൽ ഇടം നേടിയത് ഈ സൗന്ദര്യധാമം മാത്രം. ടിയ, നീ മാത്രം. അപ്പോൾ രാജകുമാരിയുമായി കൊഞ്ചിക്കുഴഞ്ഞത്? അതിനെന്ത് ന്യായീകരണമുണ്ട്? ടിയ, കുറച്ചു നാൾ കൂടി എനിക്കും എൻ്റെ പിതാവിനും ഇവിടെ തങ്ങേണ്ടതുണ്ട്. അതിനിടയ്ക്ക് ആരെയും അലോസരപ്പെടുത്താൻ ഞാൻ ഒരുക്കമല്ല. അനുവിനോട് എനിക്ക് സ്നേഹമുണ്ട്, അതായത് കറ കളഞ്ഞ സൗഹൃദം. പക്ഷേ എൻ്റെ സഖി അത് നീ മാത്രമാണ്. അപ്പോൾ കുറച്ചു മുമ്പ് കണ്ടത് നാടകമായിരുന്നു? ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടല്ലോ. നാടകത്തിൽ അഭിനയമല്ലേ മുഖ്യം? നിലനിൽപ്പിന് വേണ്ടിയുള്ള ജീവിത നാടകം. അത് വഞ്ചനയല്ലേ? ഒരിക്കലുമല്ല. തുറന്നൊരു വാക്ക് ഞാൻ അനുവിനോട് പറഞ്ഞിട്ടില്ല. സത്യം ചെയ്യൂ. സത്യം, തീപ്സാണേ സത്യം. ടിയ മാത്രമാണ് എൻ്റെ സഖി. അയ്യോ, ആരോ വരുന്നുണ്ട്. ഇപ്പോ ഉപവനത്തിലുമായോ മായാജാല പ്രകടനം? വെറുതെ കുട്ടികളുമായി കുട്ടിക്കളിയായാൽ നന്ന്. എടോ, ഞാണിന്മേൽ കളിയാണ്. കാല് തെറ്റും.
എന്തോ അർത്ഥം വെച്ച് പറയുന്നത് പോലെ. അഗ്നിപർവ്വത മുഖത്താണ് നീ ചവിട്ടിയിരിക്കുന്നത്. അപകടം പിടിച്ചതാണ്, ആപത്തുകൾ കണ്ടകലുന്നതാണ് ബുദ്ധി. വിലപ്പെട്ടൊരു ജന്മം നഷ്ടപ്പെടുത്താതെ നോക്ക്, അതാ നല്ലത് എല്ലാവർക്കും. ഈ പറഞ്ഞതെല്ലാം സത്യം തന്നെയോ? ഞാനെന്തിന് കള്ളം പറയണം പ്രഭു? കൂനൻകുമാരൻ സൂചന തന്നു. അന്വേഷണത്തിൽ സത്യമാണെന്ന് അറിയുകയും ചെയ്തു. ഉപവനത്തിൽ സായാഹ്നങ്ങളിലാണ് കൂടിക്കാഴ്ച. അപ്പോ മെരേൻ നമ്മളെ വിഡ്ഢികളാക്കുകയായിരുന്നു അല്ലേ? അഹ്മോസ് ഇതറിഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്നാണ് എന്റെ ഊഹം. ഇക്കാര്യത്തിൽ ഉചിതമെന്ത്? മിത്രമായ ശത്രുവാണവൻ. വധം തന്നെ ഉചിതം. കാരണം മറ്റെന്തെങ്കിലും ഉണ്ടാക്കാം. എക്സസ് ഇതറിഞ്ഞാൽ ആപത്താണ്. രാജ്യദ്രോഹത്തിന് മുൻപിൻ നോക്കണോ? അഹ്മോസും അനുകേതും അവനുമായുള്ള ബന്ധം കൂടി നോക്കണം. അങ്ങനെയൊന്നും ആലോചിക്കാനില്ല. അവാരീസിൽ രാജധാനി പടുത്തുയർത്തിയ അബേബികളെപ്പോലും ഉന്മൂലനം ചെയ്തവരാണ് നാമെന്ന് മറക്കരുത് മഹാരാജൻ. ഇതിപ്പോ ഹിപ്സോസുകളെക്കാളും കഷ്ടമായല്ലോ. മരുഭൂമിയുടെ ആ മഹാരാജാക്കന്മാരെ പോലും വെന്ന് ഈ തീബ്സ് നഗരം തിരിച്ചു പിടിച്ച നമുക്ക് സ്വന്തം മക്കളെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് വന്നാൽ മറ്റൊന്നും നോക്കേണ്ടതില്ല. വധം തന്നെ കരണീയം. തീബ്സിന് പ്രിയപ്പെട്ടവനാണവൻ. വധം സാവകാശമാവാം. തൽക്കാലം അവനെ തുറങ്കിലടക്കുക. അങ്ങ് ധൈര്യമായിരിക്കുക. എല്ലാം ഞാൻ ചെയ്തോളാം. മെരേൻ ജന്മനാടായ അമേനയിലേക്ക് അടുത്ത ദിവസം തന്നെ പോകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. യാത്രാമധ്യേ തട്ടിക്കൊണ്ടുവന്ന് തുറങ്കിലടയ്ക്കാം. ഇരു ചെവി അറിയരുത്. അറബിക്കഥയിലെ ജിന്നോ മലക്കോ സുവർഗത്തിൽ പാറുന്ന പഞ്ചവർണ്ണ കിളിയോ നീ. അറബിക്കഥയിലെ ജിന്നോ മലക്കോ സുവർഗത്തിൽ പാറുന്ന പഞ്ചവർണ്ണ കിളിയോ നീ. 14 രാവോ മിസിരിലെ 14 രാവോ, മിസിരിലെ 14 രാവോ നീ, മിസിരിലെ 14 രാവോ നീ. അറബിക്കഥയിലെ അറബിക്കഥയിലെ സുന്ദര സൗവർണ്ണ സുരഭി വനത്തിൽ
അതു വെറും നാടകം. അതു വെറും നാടകം. ഈ സ്വപ്നവേദിയിൽ പ്രണയിനിയായവൾ വന്നു. അതിരുദ്ര താളത്തിൽ മതിമറന്നാടുമ്പോൾ അണിഞ്ഞു കാമുകവേഷം ഞാനൊരു മദനന്റെ മാദകവേഷം. പരിഭവമരുതേ കവിതേ, പരിഭവമരുതേ കവിതേ, 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 കവിതേ. ദിവാസ്വപ്നത്തിൽ മുഴുകിയിരിക്കുകയാണോ? വന്നത് ഞാൻ അറിഞ്ഞില്ല. യാത്ര പറയാൻ വന്നതാണ്. മെരേൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ തനിച്ച് ഞാൻ തളർന്നു പോകും. എന്തിന്? ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു വരില്ലേ? അലകടലില്ലെങ്കിൽ പുഴ എന്തിന്? പൂക്കളില്ലെങ്കിൽ വസന്തം എന്തിന്? മെരേനില്ലെങ്കിൽ ഈ ടീയ എന്തിന്? എന്തൊക്കെയാണ് ഈ പറയുന്നത്? ജന്മനഗരിയിലേക്കുള്ള ഈ യാത്ര അനിവാര്യമായി പോയി. പ്രിയമുള്ളവളെ, പൂത്ത മലരിനേക്കാൾ സൗന്ദര്യമുള്ള ഈ വതനം എനിക്ക് ഒരുപാട് നാൾ കാണാതിരിക്കാൻ കഴിയുമോ? ഞാൻ എളുപ്പമെങ്ങെത്തില്ലേ? എന്നെ പോകാൻ അനുവദിക്കൂ. പൗർണമി പോലെ തെളിഞ്ഞ ഈ മുഖം ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. ഈ സാമീപ്യമില്ലാതെ ഇനിയുള്ള ദിനരാത്രങ്ങൾ ഈ ഉള്ളവൾ എങ്ങനെ കഴിച്ചു കൂട്ടും? പ്രിയതമ, ഇവളെ കരയിപ്പിക്കാതെ വേഗം ഇങ്ങെത്തിക്കൊള്ളണേ. യാത്രാമംഗളം. മെരീൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. എവിടേക്കോ തിരഞ്ഞു. ഞാൻ അത് മനസ്സിലായി. യാത്ര ചോദിക്കാൻ വന്നതല്ലേ? മെരീൻ, താങ്കൾക്ക് ഇത്രയും വിഷമമെങ്കിൽ ഈ ഉള്ളവളുടെ കാര്യം എനിക്ക് പോകാതെ പറ്റില്ല. കണ്ണിൽ എണ്ണയൊഴിച്ചൊരാൾ കാത്തിരിക്കുന്ന കാര്യം മറക്കരുത്. അനു, ഞാൻ തിരിച്ചെത്തും വരെ ആദ്യമായിരിക്കും ഇവൾക്ക്. നല്ലവണ്ണം വിശ്രമിച്ച് വീണ യാത്ര തുടരും. മരുഭൂമിയിലെ കത്തുന്ന സൂര്യൻ എന്റെ പ്രിയതമനെ തളർത്താതിരിക്കട്ടെ. അനു, ഉരുകുന്ന മനസ്സുമായി നേറി നേറി കാത്തിരിക്കുന്ന ഈ അനുവിനെ ഓർമ്മ വേണം. പോയി വരൂ.
ഈ പീഡനങ്ങൾ ഓരോന്നും നിങ്ങളുടെ ശവക്കുഴി തോണ്ടലാണ്. തീപ്സിലെ രാജകുമാരനാകാൻ കണ്ട കുറുക്കുവഴി, അനുകേത് രാജകുമാരിയുടെ രഹസ്യ കാമുകൻ. പാവം കാരാഗ്രഹത്തിൽ ചാട്ടവാറടിയേറ്റ് കുളയുന്നത് കണ്ടില്ലേ? നാശത്തിന്റെ പടുകുഴി കാണും മുമ്പ് എന്നെ തുറന്നു വിടുന്നതാണ് നല്ലത്. ഈ രാജ്യത്ത് അടിമകൾ അനവധിയുണ്ട്. അവരുടെ ജൽപ്പനങ്ങൾക്കെല്ലാം ആര് ചെവി കൊടുക്കുന്നു? തീപ്സിന്റെ നീലാകാശവും വസന്തവായുവുമെല്ലാം ഇനി നിനക്ക് നിഷിദ്ധം. ആട്ടെ, നാം ദയ കാണിച്ചില്ലെന്ന് വേണ്ട. അവസാനമായി ആഗ്രഹം എന്തെങ്കിലും? എന്നെ സ്വതന്ത്രനാക്കൂ. അസാധ്യമായത് പുലർവാതിരിക്കുക. തീയെ കാണാനെങ്കിലും എന്നെ അനുവദിക്കണം. എന്ത് തീയയോ? കൊള്ളാം. രാജകുമാരിയെ കിട്ടിയില്ലെങ്കിൽ മന്ത്രികുമാരി. കൊള്ളാമല്ലോ മോഹം. ഹൃദയവേദനയോടെയാണ് ഞാൻ പറയുന്നത്. എന്റെ തിരോധാനം അറിഞ്ഞാൽ തീയ ജീവനൊടുക്കും, തീർച്ച. വിഡ്ഢി, അവൾ എന്റെ മകളാണ്. തീപ്സിന്റെ അനന്തരാവകാശി അവളെ വേൾക്കും. അവൾ മഹാറാണിയാകും. മനസ്സുകളുടെ സംഗമത്തെ ബാഹുബലം കൊണ്ട് പ്രതിരോധിക്കാനാവില്ലെന്നറിയുക. ആവുമെന്ന് നീ തിരിച്ചറിയുക. ആരവിടെ? ഒരു ദാക്ഷിണ്യവും കാട്ടരുത്. ദാഹജലം പോലും കൊടുക്കരുത്. അടുത്ത പ്രഭാതം കാണാൻ ഇവനുണ്ടാവരുത്. മെരയിന്റെ കാരാഗ്രഹസ്ഥമൊന്നും ഹെക്സസ് അറിഞ്ഞില്ലേ? ഇല്ല. അടിയന്തിരമായി അവരെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കപ്പെട്ടു. എന്തിന്? വളരെ തന്ത്രപരമായിരുന്നു അവരുടെ നീക്കങ്ങൾ. മന്ത്രിയുടെ വക്രബുദ്ധിയും പൂനംകുമാരന്റെ ഏഷണിയും കൂടിയായപ്പോൾ തുത്മോസ് ചക്രവർത്തി വഴിപ്പെടുകയായിരുന്നു. ദുരഭിമാനം മനസ്സുകളുടെ പൊരുത്തത്തെ തകർക്കാൻ ആർക്കെങ്കിലും ആവുമോ? സമ്പന്നരുടെ വ്യാമോഹങ്ങൾക്ക് ചോരപ്പുഴകളുടെയും കുടിലതകളുടെയും അകമ്പടി ഉണ്ടാവും. എന്നിട്ട് മഹാരാജാവ് വിജയിച്ചാലും വരണം വരണം എക്സസ്. ആ പറയൂ, ഏതുവരെയായി? അവസാനത്തെ ചില തയ്യാറെടുപ്പുകൾ കൂടി. എക്സസിന്റെ മുഖത്ത് എന്തോ ഒരു മ്ലാനത നാം കാണുന്നു. മകന്റെ തിരിച്ചു വരവിലുള്ള ഉത്കണ്ഠ അല്ലേ?
അതെ, വരാമെന്ന് പറഞ്ഞ നാളും കഴിഞ്ഞ് 2 ആഴ്ചയായി. വല്ല തിരക്കും കാണും, വിഷമിക്കാതിരിക്കൂ. അങ്ങനെ ആയിരിക്കണം. അടുത്ത ശുഭദിനത്തിൽ നാം മെംഫിസിലേക്ക് തിരിക്കും. തിരിച്ചു വരുന്നത് കിരീടവും കൊണ്ടായിരിക്കും. മെരീനും ഒരുമിച്ച് പോകാൻ വേണ്ടിയായിരുന്നു യാത്ര നീട്ടിവെച്ചത്. എങ്കിൽ വൈകിക്കേണ്ട, ഭടന്മാരെയും കൂട്ടി യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊള്ളുക. വേണ്ട ഒരുക്കങ്ങൾ അടിയൻ പൂർത്തിയാക്കിക്കൊള്ളാം പ്രഭു. മെംഫിസിലേക്കുള്ള യാത്രയിൽ ഞാനും മഹാമാന്ത്രികനെ അനുഗമിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. അത് വേണോ? ഒന്നാമത് ദീർഘയാത്ര. പദ്ധതികൾ അത്ര എളുപ്പവുമല്ല. പ്രതിബന്ധങ്ങൾ വളരെ വലുതാണ്. പിതാവേ, ഞാനൊരു കുട്ടിയല്ല. കിരീടം സുരക്ഷിതമായി ഇവിടെ എത്തിക്കാൻ ഞാനും പോകാം. അല്പം സാഹസികതയൊന്നുമില്ലെങ്കിൽ ജീവിതം എത്ര വിരസം. വേണ്ട മകനെ, നീ പോകണ്ട. പിതാവ് പറയുന്നത് കേൾക്കൂ. അവനെ തടയണ്ട. തീപ്സിന്റെ ചുണക്കുട്ടിയാണ്. ഈ സിംഹാസനത്തിൽ ഇരിക്കേണ്ട. അവന്റെ ആഗ്രഹം പോലെ ആവട്ടെ. അഹ്മോസ്, യാത്രാ സംഘത്തെ നയിച്ചോളൂ. പിതാവേ, ഈ ദൗത്യം വിജയിച്ചു വരുമെന്ന് എനിക്കുറപ്പ്. മംഗളം ഭവിക്കും. കഷ്ടം, തീയെയും കാണുന്നില്ലല്ലോ. നേരം സന്ധ്യയായി തുടങ്ങി. നമുക്ക് പോകാം. മനസ്സിന്റെ സ്വസ്ഥതയ്ക്ക് ഈ തുറന്ന ഉദ്യാനമാണ് അഭികാമ്യം. കുമാരി, കൊട്ടാരത്തിൽ തിരക്കൊന്നുണ്ടാവും. മടുത്തു. അവിടെ ആകെ ആഘോഷമല്ലേ? തീർച്ചയായും ആഘോഷിക്കേണ്ടതല്ലേ? നമ്മുടെ പ്രപിതാക്കന്മാരുടെ അമൂല്യമായ കിരീടമല്ലേ കിട്ടാൻ പോകുന്നത്. നഗരം മുഴുവൻ ആഘോഷത്തിമപ്പിലായിട്ടും കുമാരിക്ക് സന്തോഷമില്ലെന്നോ? സന്തോഷം ഉള്ളിൽ തീ കത്തുമ്പോൾ തന്നെ വേണം ആഘോഷം. പ്രണാമം കുമാരി. ഒരു ഉത്സാഹവുമില്ലല്ലോ. നല്ല സുഖമില്ലേ? മനസ്സെന്തോ അസ്വസ്ഥമാണ്. ശരീരത്തിന്റെ വേദനകൾക്കല്ലേ വൈദ്യചികിത്സ. മനസ്സിന്റെ നൊമ്പരങ്ങൾക്ക് ബിഷഗറിനില്ലല്ലോ, അല്ലേ? ഒന്ന് പോട്ടിയാ. അല്ല, മെരീൻ തിരിച്ചു വന്നില്ലല്ലോ. എത്ര ദിനരാത്രങ്ങൾ കഴിഞ്ഞു. അതെ, ഓരോ ദിവസവും ഓരോ യുഗം പോലെ. രസകരമായ വിദ്യകൾ കാണിച്ച് നമ്മെ രസിപ്പിക്കുന്ന ചങ്ങാതിയുടെ വേർപാട് തീവ്രം തന്നെയല്ലേ? അകന്നിരിക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ വില അറിയുന്നത്. ശരിയാണ്. ആ കുമാരി, ഞാനൊരു കാര്യം ഉണർത്തിക്കാൻ കൂടിയാണ് ഇപ്പോൾ ഇങ്ങോട്ടെത്തിയത്. എന്താ ടിയ? ഇന്നലെ തെരുവിൽ വെച്ച് വണിക്കുകൾ പറയുന്നത് കേട്ടതാണ്. പറയൂ ടിയ. കേട്ടതെന്ത്? കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യുവാവിനെ യാത്രാവേളയിൽ തസ്കര സംഘം ആക്രമിക്കുന്നത് കണ്ടത്രേ. അശുഭം പറയാതിരിക്കൂ. അമംഗളമായി ഒന്നും ഭവിക്കാതിരിക്കട്ടെ. പക്ഷേ തസ്കര സംഘത്തിലെ ചിലരുടെ ഭാവഹാദികൾ രാജഭടന്മാരെ പോലെ തോന്നിച്ചു അത്രേ. നമ്മുടെ ഭടന്മാരുടെ ആയുധങ്ങൾക്ക് സമാനമായ ആയുധങ്ങളും കണ്ടെന്ന്. അത് നുണയായിരിക്കും. ദൈവമേ, മെരീനെ കാത്തുകൊള്ളണേ. ഏതായാലും നമുക്കൊന്ന് അന്വേഷിക്കാം. ആരും അറിയണ്ട. അഹ്മോസിനോട് പറഞ്ഞാലോ? വേണ്ട, അത് ആപത്താകും. എല്ലാം വേണ്ടതുപോലെ ഞാൻ നോക്കിക്കൊള്ളാം. മംഗളം ഭവിക്കട്ടെ. മന്ത്രി കുമാരിയെ അന്വേഷിക്കുന്നുണ്ട്. അതെയോ? വരൂ അനു, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. തീയെ പോയിക്കോളൂ. ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ. ശരി, വരൂ തോന്നി.
അനുകേ, എന്താണ് ഇത്ര വലിയ ആലോചന? മാതുലനോ? ഞാൻ വെറുതെ ഇങ്ങനെ. മനസ്സിലായി. അനുവിന്റെ നിർമ്മലമായ മനസ്സിൽ കാറും കോളും നിറഞ്ഞിരിക്കുന്നത് ഈ മാതുലൻ കാണുന്നുണ്ട്. ഏയ്, എനിക്കൊന്നുമില്ല. അത് വെറുതെ. വിരഹവേദനയാൽ വിങ്ങിപ്പൊട്ടുകയാണ് ആ മനസ്സെന്ന് മുഖം കണ്ടാൽ അറിയില്ലേ? മാതുലൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ ഹൃദയം കവർന്ന ചോരൻ ഒരു നയവഞ്ചകനാണെന്ന് മാതുലൻ പറഞ്ഞാൽ അനു ദേഷ്യപ്പെടരുത്. അനുവിന്റെ ഈ കാത്തിരിപ്പ് വൃഥാവിലാണ്. മനസ്സിലായില്ല. മനസ്സിലാവുമ്പോൾ അനു തകർന്നു പോകും. മാതുലൻ ഒന്ന് തെളിയിച്ചു പറയൂ. ഹൃദയേശ്വരൻ തിരിച്ചു വന്ന അനുവിൻ്റെതാകുമെന്ന് ഉറപ്പുണ്ടോ? തീർച്ചയായും. അയാളുടെ മനസ്സിൽ അനുവിന് പകരം മറ്റൊരു പെണ്ണാണെങ്കിൽ? ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. എനിക്കുറപ്പുണ്ട്. എനിക്കുറപ്പില്ല. ജീവന്റെ ജീവനായി അനു പ്രണയിക്കുന്ന മെരേന്റെ മനസ്സിലെ ജീവിത സഖി അനുവിന്റെ ആത്മത്തോഴി ടിയാകുമാരിയാണ്. അല്ല, മാതുലൻ വെറുതെ. ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കണം. നോക്കും വാക്കും കൈമാറി ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ചെന്ന് ശപഥം ചെയ്ത ആ കമിതാക്കളെ നേരിൽ കണ്ട ഈ മാതുലൻ പറയുന്നത് അനു വിശ്വസിച്ചേ മതിയാകൂ. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ചതിയനാണയാ. ഒരേ സമയം രണ്ടുപേരെ വഞ്ചിക്കുന്നവൻ. അവന് തുറുങ്കും പീഡനവും ഒന്നും പോരാ, വേണ്ടത് വധം തന്നെ. ആരെ വധിക്കണമെന്നാണ്? എന്റെ മെരീനെയോ? സമ്മതിക്കില്ല ഞാൻ. പാല് കൊടുത്ത കൈക്ക് കുത്തിയവനെ വെറുതെ വിടണമെന്നോ? രാജകിങ്കരന്മാർ അവനെ കാരാഗ്രഹത്തിലടച്ചു. പീഡനങ്ങൾ കൊണ്ടൊന്നും അവൻ തളരുന്നില്ല. വളരും. കിങ്കരന്മാർ ഒടുക്കത്തെ പീഡനമുറകൾ കൂടി ആരംഭിച്ചാൽ അതോടെ തീരും. എന്നേക്കുമായി. ഇല്ല, ഒന്നും സംഭവിക്കില്ല. ഈ അനു ജീവിച്ചിരിക്കുമ്പോൾ എന്റെ മേലിന് ഒരാപത്തും വരികയില്ല. അതിന് ഈ അനു അനുവദിക്കില്ല, ആരായിരുന്നാലും. ഒരുപക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞു. കൽപ്പന കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇല്ല, ഇല്ല, എന്റെ മെരേൻ. ഇല്ല, ഇല്ല, ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ല. എന്റെ മെരേൻ. മഹാരാജൻ, അനു ആഹാരം കഴിക്കാൻ പോലും വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ല. പ്രായമതല്ലേ? അവൾ ആകെ ക്ഷീണിച്ചിരിക്കുന്നു. എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു. വെറുതെ വ്യാകുലപ്പെടുകയാണ്. അല്ല, മാനസികമായി അസ്വസ്ഥതയുള്ളവളെ പോലെയാണ് പെരുമാറുന്നത്. വേഷവിധാനങ്ങളിലോ ദിനചര്യകളിലോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഏതു സമയത്തും പിന്നാലെ നടക്കുകയാണ്. ഭയപ്പെടാതിരിക്കൂ. ഈ സമയത്ത് അനുരൂപനായ ഒരു കൂട്ടവൾക്ക് വേണം. നാം അത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ലെക്സറിൽ നിന്ന് വന്ന ആ ആലോചന എന്തായി? നമുക്ക് എത്രയും പെട്ടെന്ന് അത് നടത്തണം. വൈകാതെ നമുക്കൊരു തീരുമാനത്തിലെത്താം. നീ അവൾക്ക് നല്ല കാര്യങ്ങൾ ഉപദേശിക്കും. തിരുമനസ് പൊറുക്കണം. വരണം മന്ത്രി പ്രമുഖരെ, വരണം. എന്താണ് കാര്യം? പരമരഹസ്യമാണ്.
എന്ത്? ഇനിയിപ്പോ എന്ത് ചെയ്യും? നാം വേണ്ടത്ര മുന്നറിയിപ്പ് തന്നതല്ലേ? ശരിയാണ്. പീഡനങ്ങളോടൊപ്പം അവൻ നിരാഹാരവും നടത്തി. എക്സസ് ഇതറിഞ്ഞ ആട്ടെ, ദേഹം എന്ത് ചെയ്തു? രഹസ്യമായി കല്ലറയിൽ അടക്കം ചെയ്യാൻ ഏർപ്പാടാക്കി. എന്താണൊരു ശബ്ദം കേട്ടത്? ആരുടെയോ കരച്ചിൽ പോലെ. തോന്നിയതായിരിക്കും. അപശകുനങ്ങളുടെ ആരംഭമോ? വേവലാതിപ്പെടാതിരിക്കൂ. മരണവും പരാജയവും നമുക്ക് പുത്രിയല്ലല്ലോ. ലക്സറിലെ ആലോചനകൾ നടക്കുമ്പോൾ അനുകേതു ആഹ്ലാദവതിയാകും. അങ്ങ് കണ്ടോളൂ. അതോടൊപ്പം അഹ്മോസിന്റെ വിവാഹവും കൂടി ആയാലോ എന്നാണിപ്പോ ആലോചിക്കുന്നത്. പെട്ടെന്നങ്ങനെ തോന്നാൻ? അധികം വൈകാതെ അവന്റെ കിരീടധാരണവും നടക്കണം. ആ നവരത്നഗജത കിരീടം അവന്റെ ശിരസിൽ അണിയിക്കാനുള്ളതാണ്. ശരിയാണ്. യുവത്വത്തിന്റെ ചോരത്തുളപ്പുള്ള ശരീരത്തിനാണ് അത് അനുയോജ്യം. അഹ്മോസിന് വല്ല ആലോചനയും? ഇതുവരെ ഒന്നുമില്ല. അവന്റെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയാവണം. അകലെ നിന്ന് വേണമെന്നുണ്ടോ? എവിടെ നിന്നായാലും വേണ്ടില്ല, ഉടനെ നടത്തണം. അല്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? വരട്ടെ, സമയമാകുമ്പോ പറയാം. മഹാരാജാവ് വിജയിച്ചാലും എന്താണ് ഗുരുശ്രേഷ്ഠ കാര്യം? നമ്മുടെ നാടിനെ പിടികൂടിയ ശാപം ഇതാ നീങ്ങിത്തുടങ്ങാൻ പോകുന്നു. തെളിയിച്ചു പറയൂ. പ്രപിതാക്കന്മാരുടെ അമൂല്യ കിരീടവുമായി അഹ്മോസ് കുമാരന്റെ നേതൃത്വത്തിൽ അവരിതാ വന്നുകൊണ്ടിരിക്കുന്നു. നേരോ? മന്ത്രി മുഖ്യ, അവരെ സ്വീകരിക്കാനുടൻ ഒരുക്കങ്ങൾ ചെയ്യൂ. വേഗം. ഗംഭീരം എക്സസ്, ഗംഭീരം. ഈ മുഹൂർത്തം നാം എങ്ങനെ മറക്കും? അഭിനന്ദനം അവിടുത്തെ പുത്രനും കൂടി അവകാശപ്പെട്ടതാണ്. കുമാരിമാരെവിടെ? അവരെ കണ്ടില്ലല്ലോ. തീപ്സിന്റെ ചരിത്രത്തിലെ സുവർണ നിമിഷങ്ങളാണിത്. പറയൂ എക്സസ്, നാം എന്താണ് അങ്ങേക്ക് തരേണ്ടത്? എനിക്കൊന്നും വേണ്ട പ്രഭു. അല്ല, മെരേൻ ഇനിയും വന്നു ചേർന്നില്ലേ? ഇല്ല, എത്തിച്ചേർന്നിട്ടില്ല. എന്ത്? നാളുകളേറെയായില്ലേ? ഞാനൊന്ന് അന്വേഷിച്ചു വന്നാലോ? ഭയപ്പെടാതിരിക്കൂ. നാം തന്നെ ഭടന്മാരെ വിട്ട് അന്വേഷിപ്പിക്കാം. അവനൊരാപത്തും വരില്ല. ധീരനാണല്ലോ. മാത്രമല്ല വിദ്യാധിപനും. ഒന്നും സംഭവിക്കില്ല. എന്തോ എന്തോ ദുർനിമിത്തങ്ങൾ കാണുന്നു. ദുർനിമിത്തമോ? അങ്ങനെയൊന്നും വരില്ല. അമംഗളം വിചാരിക്കാതിരിക്കുക. മന്ത്രി പ്രമുഖരെ, ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ അഹ്മോസ് രാജകുമാരൻ ദീപ്സിന്റെ സാരഥിയാവണം. നാടെങ്ങും വിളംബരം നടക്കട്ടെ. ആ ധന്യ നിമിഷങ്ങൾക്ക് നാടെങ്ങും തയ്യാറെടുക്കട്ടെ. അപ്പോൾ ഇതാണ് പദ്ധതിയല്ലേ? കുഴപ്പം പിടിച്ചതാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ തല പോകും. ഇത്ര കണ്ട് പേടിക്കാനൊന്നുമില്ല. ഞാനില്ലേ കൂടെ.
കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അഹമോസ് കുമാരന് വരുന്ന ഏതാലോചനയും ദുർനിമിത്തങ്ങളുടെ പേരിൽ മുടക്കണം. ഒടുവിൽ മഹാരാജാവ് നമ്മോട് ഉപദേശം തേടും. അപ്പോൾ രാജതാൽപര്യാർത്ഥം നമ്മുടെ പൊന്നോമന മകൾ അഹമോസ് രാജകുമാരന്റെ പട്ടമഹിഷിയാകണം. മനക്കോട്ട കെട്ടാൻ എളുപ്പം എന്ന് വെച്ചാൽ മെരേനും നീയുമായി നിങ്ങളാണ് എല്ലാം തകർത്ത് കളഞ്ഞത്. ഒരു കിരീടം കണ്ടുപിടിക്കൽ, അതാണ് എല്ലാം നശിപ്പിച്ചത്. എന്റെ മെരേനെ എനിക്കില്ലാതാക്കിയതും. ഇല്ല കുഞ്ഞേ, ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊരു ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കൊണ്ടുവരും. മെരേൻ എവിടെയായിരുന്നാലും ഇതാ ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. എങ്ങോട്ട്? മെരേനെ കണ്ടുപിടിക്കാനോ? വലിയ ദിവ്യജ്ഞാനിയല്ലേ, എന്നിട്ടും അറിയാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക്. എന്താണ് പറയുന്നത്? പോ, അമാനുഷിക ശക്തി ഉപയോഗിച്ച് കണ്ടുപിടിക്ക്. എന്നിട്ട് ഇല്ലാതായ എന്റെ മെരേനെ എനിക്ക് തിരിച്ചു താ. എന്താ നീ പറഞ്ഞത്? ഇല്ലാതായ മെരേനെയും? പറ, മെരേൻ എന്തു പറ്റി? വിടന്നെ. അദൃശ്യമായതെന്തും കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളല്ല. എന്താ നിങ്ങളുടെ ദിവ്യജ്ഞാനത്തിനും പരിമിതികൾ ഉണ്ടായോ? തെളിച്ചു പറ, എന്താ എന്റെ മകന് സംഭവിച്ചത്? അവനിപ്പോ എവിടെയുണ്ട്? പോയി പോയി ഏതോ കരിങ്കൽ കാരാഗൃഹത്തിൽ പീഡിപ്പിക്കപ്പെട്ട് അവന്റെ ആത്മാവ് പറന്നുപോയി. ഞാനത് വിശ്വസിക്കില്ല. വിശ്വസിക്കണം. എന്നിട്ട് മാന്ത്രിക വിദ്യയിൽ കയ്യൊതുക്കം സിദ്ധിച്ച ഈ കൈകൾ കൊണ്ട് മെരേനെ എനിക്ക് തിരിച്ചു താ. എന്റെ മെരേനെ എനിക്ക് തിരിച്ചു താ. ഇല്ല, ഇല്ല, ഇല്ല. മെരേൻ, എന്റെ പൊന്നുമോനെ, നിനക്ക് എന്ത് സംഭവിച്ചു? നിന്നോട് ആരാണ് ഈ കൊടും ക്രൂരത കാണിച്ചത്? ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കും? ഇപ്പോൾ കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? പറയൂടിയ, എന്റെ മെരേനെ ഭയപ്പെടുത്തിയതാരാ? എന്റെ മെരേനെ ഭയപ്പെടുത്തിയതാരാ? നിങ്ങൾ എവിടെ താമസിപ്പിച്ചവരെല്ലാം നിങ്ങളുടെ മിത്രങ്ങളാണെന്ന് കരുതിയോ? മാന്ത്രിക വിദ്യയും അമാനുഷികത്വവും പ്രയോഗിച്ച് കിരീടം നേടിക്കൊടുത്തപ്പോൾ അവർ ചതിക്കില്ലെന്ന് കരുതിയോ? നേടാനുള്ളത് നേടിക്കഴിഞ്ഞാൽ അരിയിട്ട് വാഴിച്ചാദരിക്കുമെന്ന് വിശ്വസിച്ചോ? നരിക്കൂട്ടിലിട്ട് വളർത്തുന്ന ആട്ടിൻ കുഞ്ഞിന്റെ പരിരക്ഷയെക്കുറിച്ച് ആലോചിക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാതായോ ഈ മഹാമാന്ത്രികന്? ഇനി എനിക്കൊന്നും കേൾക്കണ്ട. എങ്കിൽ നശിക്കട്ടെ. മെരേനെ ഇല്ലാതാക്കിയ ഈ നാട് നശിച്ചു പോകട്ടെ. അങ്ങനെയെങ്കിലും കടും വേദനയോടെ പറിച്ചെറിയപ്പെട്ട മകന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. എല്ലാം നശിപ്പിക്കും, ശാമ്പലാക്കും ഞാൻ.
മെരേൻ, നീ ഇപ്പോൾ ഏത് ലോകത്താണ്? എവിടെയായാലും ഇതാ ഇവളും നിന്നോടൊപ്പം വരികയാണ്. മെരേൻ, നീയില്ലാത്ത ഈ ലോകത്ത് ഈ ടിയയും ഇനി ജീവിച്ചിരിക്കില്ല. ഇല്ല, ഇനി ജീവിച്ചിരിക്കില്ല. മെരേൻ, 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 മെരേൻ.
തീപ്സിനിത് ധന്യ നിമിഷമാണ്. എന്റെ പ്രിയപുത്രൻ അഹ്മോസിന്റെ കിരീടധാരണത്തിന് സന്നിഹിതരായ നിങ്ങൾക്കേവർക്കും സ്വാഗതം. മെംഫിസിലെ മൺതരികൾ കാത്തുപോകുന്ന നവരത്നഖചിതമായ ഈ കിരീടം നാം വീണ്ടെടുത്തിരിക്കുന്നു. തീപ്സിനിത് അലങ്കാരമായിരിക്കും. ഇനി ഇതണിയാൻ എന്തുകൊണ്ട് യോഗ്യൻ എന്റെ മകൻ അഹ്മോസ് തന്നെ. ഈ ധന്യമുഹൂർത്തത്തിൽ നമ്മുടെ പ്രിയപത്നിയും ശാരീരിക അസ്വസ്ഥ്യമുള്ളതിനാൽ സന്നിഹിതയാവാത്ത നമ്മുടെ പ്രിയപുത്രിയുടെയും ആശീർവാദവും അഭിവാദ്യവും ഈ മാന്യ സദസ്സ് സ്വീകരിച്ചാൽ. എന്നാൽ ഈ മംഗളകർമ്മം നടക്കുന്നതിന് മുന്നോടിയായി ഏതോ അഭിശബ്ദ മുഹൂർത്തത്തിൽ ജീവത്യാഗം നടത്തേണ്ടി വന്ന മന്ത്രി പ്രമുഖരുടെ മകളും നമ്മുടെ പൊന്നോമനയുമായിരുന്ന ദിയാകുമാരിയുടെ വേർപാടിലുള്ള അഗാധമായ ദുഃഖം നാം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ആ തീരാ ദുഃഖവും പേറിക്കൊണ്ട് തന്നെ നമ്മുടെ നാട് ഈ മംഗള മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ്. ഏതായാലും ഇനി അമാന്തിക്കുന്നു. ആരവിടെ? മംഗളവാദ്യങ്ങൾ മുഴങ്ങട്ടെ. നാടും നാട്ടുകാരും ഈ മഹത്കർമ്മത്തിന് സാക്ഷികളാവട്ടെ. ആഘോഷിച്ചോളൂ, വേണ്ടുവോളം ആഘോഷിച്ചോളൂ. പക്ഷേ അതിനു മുൻപ് ഒരു കാര്യം അറിയണം. നിങ്ങൾക്ക് എന്ത് പറ്റി? ഭ്രാന്ത് പിടിച്ചു? ഭ്രാന്ത് പിടിപ്പിച്ചു പറയണം. എന്റെ മകൻ ഇവിടെ, എന്റെ മകൻ മെരേനെ നിങ്ങൾ എന്ത് ചെയ്തു? അവൻ കർണാക്കിലേക്ക് പോയതല്ലേ? പോയത് സത്യം. പക്ഷെ അവനെ ആക്രമിച്ചതും തുറങ്കിലടച്ചു പീഡിപ്പിച്ചതും എന്തിന്? തുറങ്കിലടച്ചു? എന്തൊക്കെ ഭ്രാന്താണ് ഈ പുറമ്പുന്നത്? തീപ്സിന് നിങ്ങൾ ചെയ്തു തന്ന ഉപകാരത്തിന് വളരെയേറെ നന്ദിയുണ്ട്. ഉപകാരത്തിനുള്ള പ്രതിഫലം എന്റെ മകന്റെ ജീവൻ എടുത്തുകൊണ്ടോ? നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. അല്ല, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ് മഹാരാജൻ. മോളെ, അമ്മ മഹാറാണി കൂടി കേൾക്കണം. മെരേന് ഞാനുമായി അഗാധമായ പ്രണയമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മെരേനെ തുറങ്കിലടച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. മെരേനെ കൊലപ്പെടുത്തിയെന്നോ? അവനും എനിക്ക് മകൻ തന്നെയല്ലേ? ഇല്ല ഇല്ല, ദൈവമേ, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അസുഖം നിന്റെ മനസ്സിനെ കൂടി ഭ്രമപ്പെടുത്തി. ഹൊരിസ്ദേവിനെ സാക്ഷ്യപ്പെടുത്തി ഇല്ലെന്ന് പറയാൻ മഹാരാജന് കഴിയുന്നു. എന്താണ് പ്രഭു അങ്ങൊന്നും മിണ്ടാതിരിക്കുന്നത്? ആരാണ് അങ്ങയെ കൊണ്ട് കൊടുംപാതകം ചെയ്യിപ്പിച്ചത്? ഈ നിൽക്കുന്ന മന്ത്രിയുടെയും മാതൃന്റെയും കുടിയതകൾക്ക് മുൻപിൽ മഹാരാജാവ് വശംവദനാവുകയായിരുന്നു. ഒരു സത്യമുണ്ടായിരുന്നു, ഞാൻ മെരേനെ സ്നേഹിച്ചിരുന്നു എന്ന സത്യം. അതെ അതെ, മെരേന്റെ പിതാവേ. എന്നാൽ മെരേന് പ്രണയം തോന്നിയത് എന്റെ പ്രിയ തോഴി ടിയയോട് മാത്രം. അത് ഞാൻ അറിയുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. അതിനാൽ എല്ലാം എനിക്ക് നഷ്ടമായി. എന്റെ മേരെ, എന്റെ ആത്മാർത്ഥ തോഴി, എല്ലാം എല്ലാം എനിക്ക് നഷ്ടമായി. എല്ലാം. ഞാനും അവരോടൊപ്പം പോകേണ്ടതായിരുന്നു. എന്നാൽ ഈ സത്യം പുറത്തു കൊണ്ടുവരാൻ ഞാൻ ജീവിച്ചിരിക്കണമെന്ന് തോന്നി. ഇപ്പൊ എല്ലാം പൂർത്തിയായി. ദുരാഗ്രഹിയായ മന്ത്രിക്കും കൊടും പാതകം ചെയ്ത അച്ഛൻ തമ്പുരാനും വേണ്ടി ഈ ഉള്ളവൾ പ്രായശ്ചിത്തം ചെയ്യുകയാണ്. അമ്മ മഹാറാണി, മാപ്പ്. ഗുരുജനങ്ങളെ, മാപ്പ്. മെരേൻ, ടിയ, ഇതാ ഇതാ അനുജീത് വരികയായി നിങ്ങളുടെ ലോകത്തേക്ക്.
ഇതിനെല്ലാം എണ്ണി എണ്ണി നിങ്ങൾ കണക്ക് പറയേണ്ടിയിരിക്കുന്നു. വർഷങ്ങളുടെ ഗവേഷണപരമായി ഞാൻ സംഭരിച്ചു വെച്ച ശക്തി മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു. എന്നിട്ടും നിങ്ങൾ ഇല്ല, ഞാനിത് സഹിക്കില്ല. അങ്ങ് ക്ഷോഭിക്കരുത്, തീപ്സിനെ നശിപ്പിക്കരുത്. മഹാമാന്ത്രിക, മാപ്പ്. കീടങ്ങളെ, കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താൻ നോക്കുന്ന വിട്ടികളോ നിങ്ങൾ? എന്റെ മകന്റെ ഓരോ തുള്ളി രക്തത്തിനും പകരമായി നഗരി ഞാൻ നാശോന്മുഖമാക്കും. ഈ കുടിലതന്ത്രത്തിന് കൂട്ടുനിന്ന് സകലരും നശിക്കും. ഇത് മഹാമാന്ത്രികൻ ഹെക്സസിന്റെ വാക്കുകൾ. പതുക്കെ. ഹെക്സസ്, മാപ്പ് തരിക. മാപ്പോ? അഭിതാമഹ, അങ്ങയിൽ ജീവൻ തുടിപ്പിച്ച് മഹാമാന്ത്രികൻ കൽപ്പിക്കുന്നു. പാപികളുടെ ദുഷിച്ച രക്തവും മാംസവും അഗ്നിക്കിരയാവട്ടെ. ഒരു നാടിന്റെ ശാപമകറ്റാൻ ആയുസുരുക്കി ഞാൻ സൃഷ്ടിച്ച മരണമില്ലാത്ത ശക്തിയാണ് നീ. പാപക്കറപുരന്റെ ഈ ഭരണവർഗത്തിനെതിരെ പ്രതികരിക്കാൻ നിന്നെ ഞാൻ തുറന്നു വിട്ടിരിക്കുന്നു.